അത്രയും ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് അവിടെ അത്രയും വലിയൊരു പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്, വിദ്യാർത്ഥികൾക്ക് അടി കിട്ടുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊന്നും കണ്ടില്ല. അവിടെ ഇവിടെ ഒരു ഔറംഗസീബിൻ്റെ ഫോട്ടോ ഉള്ളത് ഈ താരപുത്രി അല്ലെങ്കിൽ BJP താരപുത്രി കണ്ടു. എന്തൊരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇവളുടെ കയ്യിൽ നിന്നൊക്കെ തന്നെയല്ലേ നിങ്ങൾ നീറ്റ് എക്സാം എഴുതിയ പിള്ളേരും എഴുതാത്ത പിള്ളേരും ഒക്കെ പല സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നില്ലേ അല്ലേ? വലിയ ബിസിനസ്സുകാരിയൊക്കെ അല്ലേണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളത്. ഇനി മുസ്ലിങ്ങളാണ് ആഭരണങ്ങൾ ഓർഡർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ കൊടുക്കാറുണ്ടോ? ഇനിയും അതും മുഗളന്മാരെ ബാക്കിയാണ് അല്ലെങ്കിൽ ഔറംഗസീബിൻ്റെ ഒക്കെ ബാക്കി വരുന്ന ആളുകളാണ് ഇവിടെയുള്ള മുസ്ലിങ്ങൾ എന്ന തോന്നലുള്ളത് കൊണ്ട് നിങ്ങളെങ്ങനെ ഈ മുസ്ലിങ്ങളുമായിട്ടൊക്കെ ഡീല് നടത്താറുണ്ടോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണേ. കാരണം മനസ്സിൽ ഇത്രയും വലിയൊരു വിഷം കൊണ്ട് നടക്കുമ്പോഴേ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കച്ചവടമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇവിടെ? അല്ല, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ലേ അതൊക്കെ. കൃഷ്ണകുമാറിന്റെ മകളെ ദിയ കൃഷ്ണകുമാർ ഇന്ന് പ്രൊട്ടസ്റ്റിന് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് കണ്ട് സങ്കടപ്പെട്ടിട്ട് ചില പോസ്റ്റുകളും റീലുകളൊക്കെ ഇട്ടത് കണ്ടു, അല്ലെങ്കിൽ സ്റ്റോറി ഇട്ടത് കണ്ടു. ആ സ്റ്റോറിയിൽ എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് ഈ ഒരു സ്റ്റോറി കണ്ട സമയത്താണ്. ഈ ഒരു സ്റ്റോറിയിലുള്ള കാര്യം ഞാൻ ആദ്യമായിട്ട് പറഞ്ഞുതരാം. അതായത് പ്രൊട്ടസ്റ്റിന് വരുന്ന പിള്ളേരുടെ ഒരാളുടെ കയ്യിൽ ഔറംഗസീബിൻ്റെ ഫോട്ടോ പൊക്കി പിടിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് കുറച്ച് സംഘികൾ അതിൻ്റെ പിന്നാലെ കൂടിയിട്ട് ബൈക്കിൽ വന്ന് അത് വലിച്ച് പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു രംഗമാണ്. ഇത് കണ്ടിട്ടാണ് നമ്മുടെ താരപുത്രി, നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണകുമാർ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടത്. ഇഫ് ദിസ് പ്രൊട്ടസ്റ്റ് ഈസ് അബൌട്ട് ദ നീറ്റ് പേപ്പർ ലീക്ക്, വൈ ആർ പ്രൊട്ടസ്റ്റേഴ്സ് ക്യാരിയിങ് ഔറംഗസീബ്സ് ഫോട്ടോ? അതാണ് അവിടെ അത്രയും നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ആ ഔറംഗസീബിൻ്റെ ഫോട്ടോ എന്തിനാണ് ഇവർ കൊണ്ട് നടക്കുന്നത്? ഇത് സോ കോൾഡ് ജെൻസി നീറ്റ് പേപ്പർ ലീക്കിൻ്റെ പ്രൊട്ടസ്റ്റ് ആണെങ്കിൽ എന്നുള്ളതാണ് കണ്ടത്. ഏതായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് ശരിക്കും കണ്ടിട്ട് വരാം. എന്നിട്ട് നമുക്ക് പറയാം ഇവളിട്ട് അല്ലെങ്കിൽ ഇവളൊക്കെ പ്രൊപ്പഗണ്ട പരത്തിക്കൊണ്ടിരിക്കുന്ന ചെറ്റത്തരത്തിൻ്റെ വലിപ്പത്തെ എത്രത്തോളം എന്നുള്ളത് കാണും. കണ്ടല്ലോ നിങ്ങൾ, അവർ ഇങ്ങനെ വരികയാണ്. പിന്നിൽ ബൈക്കിൽ ഓടി വരുന്ന ഒരു സംഘച്ചേട്ടൻ വരുന്നുണ്ട്. സംഘച്ചേട്ടൻ അത് പിടിച്ചു പറക്കുകയാണ്. നിങ്ങൾ നീറ്റ് എക്സാം നീറ്റ് എക്സാം ലീക്കിൻ്റെ പ്രൊട്ടസ്റ്റ് നടത്തുമ്പോൾ നിങ്ങൾ എന്തിനാ ഔറംഗസീബിൻ്റെ ഫോട്ടോ കൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ചേട്ടൻ അത് വലിച്ച് കൊണ്ടുപോകുന്ന രംഗങ്ങളൊക്കെ നമ്മളതിൽ കാണുന്നുണ്ട്. അത് വലിച്ചു കൊണ്ടുപോയി പോകുന്ന സമയത്ത് അവിടെ നിന്ന് ഒരാൾ എന്ന് പറയുന്നുണ്ട്, ചേട്ടാ ഇത് ഔറംഗസീബ് അല്ല, ഇത് മോദിജിയാണ്. അതെന്താണ് മോദിജിയുടെ അല്ലെങ്കിൽ ഔറംഗസീബിൻ്റെ പോലെയാണോ നമ്മുടെ മോദിജി? നമ്മൾ വരെ ചിന്തിച്ചു പോകുന്നുണ്ടല്ലേ. കാരണം ഞാൻ മറ്റൊരു ഫോട്ടോ കാണിച്ചുതരാം. ആ പ്രൊട്ടസ്റ്റിൽ അവിടേക്ക് വന്നിട്ടുള്ള മോദിജി കം ഔറംഗസീബിൻ്റെ ഈ ഒരു ഫോട്ടോ ആണ് സത്യത്തിൽ അവിടെ ഈ ഒരു പ്രൊട്ടസ്റ്റിന് പല പിള്ളേരും അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പ്ലക്കാർഡ് പോലെ പിടിച്ചുകൊണ്ട് നടന്നിട്ടുള്ളത്. ഇതിന് കാരണമുണ്ട്. മോദിനെ മോഡേൺ യുഗത്തിലെ ഔറംഗസീബ് എന്നാണ് ചില ആൾക്കാർ വിശേഷിപ്പിക്കാറുള്ളത്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ പല പ്രൊട്ടസ്റ്റുകൾക്കും ഞാനിത് കണ്ടിട്ടുണ്ട്. മോദിജീനെ മോഡേൺ ഔറംഗസീബ്, നിങ്ങൾ വെറുതെ നെറ്റിൽ അടിച്ചു വയ്ക്കുക, ആദ്യം മോദിയുടെ ഫോട്ടോ വരിക, അല്ലെങ്കിൽ ഔറംഗസീബിൻ്റെ ഫോട്ടോയുടെ സ്ഥാനത്ത് അത് കട്ട് ചെയ്തിട്ട് മോദിയുടെ ഫോട്ടോ വെക്കുന്ന ഒരു എന്താ പറയുക ഒരു പൊതു ധാരണ ഇപ്പം നോർത്ത് ഇന്ത്യയിൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. കാരണം ഔറംഗസീബിനെ സംഘികൾ ചിത്രീകരിക്കുന്നത് എങ്ങനെയാണ്? ചരിത്രത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ പൊളിച്ചിട്ട് അവിടെ പള്ളി പണിഞ്ഞിട്ടുള്ള ഒരാളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അതേ സ്ഥാനത്ത് ഈ മോഡേൺ യുഗത്തിലോട്ട് വരുമ്പം മോദിയാണ് അങ്ങനെ കാണിക്കുന്നത് ആൾക്കാർ. കാരണം അവിടെ കുറേ പള്ളികൾ പൊളിച്ചിട്ട് അവിടെ അമ്പലങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ അമ്പലങ്ങളുടെ പ്രാണപ്രതിഷ്ഠ ചെയ്യാനും അല്ലെങ്കിൽ ആ അമ്പലങ്ങളുടെ സർവംസമായിട്ടുള്ള മോദിജിനെയാണ് അപ്പം മോഡേൺ യുഗത്തിൽ ഔറംഗസീബ് എന്നും പറഞ്ഞിട്ട് കാണിക്കുന്നത്. അവിടെ ഒരു പൊതുവായിട്ട് ഈ ഉത്തരേന്ത്യയിലുള്ള ഒരു സംഭവമാണിത്. അതുകൊണ്ട് തന്നെ ഈ നീറ്റ് എക്സാമിന് ഈ ഒരു പ്രശ്നം വന്ന സമയത്ത് അങ്ങോട്ട് ഈ ഒരു പ്ലക്കാർഡും പിടിച്ചിട്ടാണ് വരുന്നത്. അവിടെ പ്ലക്കാർഡ് പിടിച്ച് അത് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെയുള്ള ആൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കണ്ണ് തുറന്ന് നോക്കൂ, അത് ഔറംഗസീബ് അല്ല, അത് മോദിജിയാണ്. ഈ ഒരു സംഭവം വ്യക്തമായിട്ട് ആ ഒരു സ്റ്റോറിയിലുണ്ട്. എന്നിട്ടും അത് കണ്ടിട്ടും അറിഞ്ഞിട്ടും അവിടെ ഒരു പ്രൊപ്പഗണ്ട പരത്തണം, നമ്മുടെ മോദിജിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ വിശ്വഗുരുവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള തോന്നൽ ഇത്തരത്തിലുള്ള BJP പുത്രിമാർക്ക് തോന്നുന്നതിൽ വലിയ അതിശയം തോന്നാനില്ല. കാരണം അത്രയും വിദ്യാഭ്യാസവും വിവരമൊക്കെ ഇതിനൊക്കെ ഉള്ളൂ. സത്യം പറഞ്ഞത് എങ്ങനെയെങ്കിലുമൊക്കെ 10ാം ക്ലാസ് പാസ്സായി ഡിഗ്രിയും പാസ്സായിട്ട് ഈ ഒരു സെലിബ്രിറ്റി പ്രിവിലേജിലെ, അതായത് എന്തും ചെയ്ത് കാണിക്കുന്ന അല്ലെങ്കിൽ അച്ഛൻ്റെ സപ്പോർട്ടുള്ള ഒരു സെലിബ്രിറ്റി പ്രിവിലേജിൽ ബിസിനസ് ഒക്കെ തുടങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ് ഇവർ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഫണ്ട് കിട്ടണമെങ്കിലും ബാക്കി പല കാര്യങ്ങൾക്ക് കൃഷ്ണകുമാറിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ വിടുവ പണിയെടുത്തേ പറ്റുള്ളവർക്ക് അത് അവർ വ്യക്തമായിട്ട് എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിൽപ്പെട്ട ഈ 4-5 മക്കളിൽ അതിൽ ഏറ്റവും നന്നായിട്ട് ആ പണിയെടുക്കുന്ന ഒരാൾ തന്നെയാണ് ഈ മകളായിട്ട്, അതായത് കൃഷ്ണകുമാറിൻ്റെ ഈ ഒരു മകൾ. അതവിടെ പച്ചക്ക് കാണിച്ചു തരാണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഒന്നും അറിയില്ല. ആ BJPയുടെ IT സെല്ല് കൊടുക്കുന്ന അല്ലെങ്കിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന സാധനം അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് തന്നിട്ടേക്കും. അപ്പോൾ ഇവർക്കൊക്കെ ഈ നാട്ടിലെ ഈ എക്സാം ലീക്ക് വന്നാലും അല്ലെങ്കിൽ പരീക്ഷാ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും പോളിസി വയലേഷൻസ് വന്നാലും ഇവർക്കൊക്കെ ഇവർക്കൊക്കെ ഇത്രയേ ഉള്ളൂ.
കണ്ടല്ലോ, ഇത്രേ അവർക്കുള്ളൂ. അപ്പം ഇങ്ങനത്തെ ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അറിയാണ്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചു പോയി, ഇവരൊക്കെ ഇത്രയും ഉള്ളിൽ ചിന്താഗതി ഉണ്ട്, ഇത്രയും വിഷം അല്ലെങ്കിൽ ഇത്രയും പ്രൊപ്പഗണ്ട ന്യൂസൊക്കെയാണ് ഇവർ പരത്തുന്നതെങ്കിൽ ഇവർക്കൊക്കെ വലിയ ബിസിനസ് നടത്തുന്ന ഒരാളല്ലേ, ഒരു ജ്വല്ലറി ബിസിനസ് നടത്തുന്നത്. അപ്പോൾ ഇവർക്ക് മുസ്ലിങ്ങളുടെ ഓർഡർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഓർഡർ കൊടുക്കാറുണ്ടോ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കോ ഇത് ഔറംഗസീബിൻ്റെ ഒക്കെ ബാക്കിയാണ്, അതല്ലെങ്കിൽ മുഗളന്മാരുടെ ബാക്കിയാണ്, മുസ്ലിങ്ങൾ അവിടെ നിന്ന് പിന്തിരിഞ്ഞ് വന്ന് അല്ലെങ്കിൽ അവിടുത്തെ തലമുറക്കാരായിട്ട് വന്ന ആൾക്കാരാണ് ഇവരൊക്കെ, നമ്മുടെ രാമരാജ്യം ഇല്ലാണ്ടാക്കാൻ വന്ന ആൾക്കാരാണ്, നിങ്ങൾ ബിസിനസ് ചെയ്യാറുണ്ടോ? അതോ നിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ഈ സപ്ലൈ ഈസ് നോട്ട് അലൗഡ് എന്നോ അല്ലെങ്കിൽ ഈ സെല്ലിംഗ് ഈസ് നോട്ട് അലൗഡ് എന്നോ വല്ല പരിപാടികളും ഉണ്ടോ? ഇനി അതല്ല, ഈ നീറ്റ് എക്സാം ഒക്കെ എഴുതി കഷ്ടപ്പെട്ട് നിൽക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് പൊളിഞ്ഞു പോയിട്ട് പിള്ളേരുണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങി ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ഈ സെലിബ്രിറ്റീസും ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സും ഒന്നും വാ തുറക്കാൻ പോകുന്നില്ല. അവർ ആ സ്ഥാനത്ത് ആ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇത്തരത്തിലുള്ള പ്രൊപ്പഗണ്ട പരത്തി നിങ്ങൾ ഒതുക്കാനാണ് നോക്കുക എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. വേറെ ഒന്നും പറയാനില്ല അവരുടെ ഇത്തരത്തിലുള്ള ആക്ടിനെ പറ്റിയിട്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് ഏത് രീതിയിലാണ് സംഘപരിവാർ IT സെല്ലുകൾ ഈ ഒരു സമരത്തിനെ എതിർക്കാൻ വേണ്ടിയിട്ട് അവരായിട്ട് ഉണ്ടാക്കുന്ന പല ഐറ്റങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് എന്താണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ള ഒരു AI ക്രിയേറ്റഡ് അവരുടെ ലെറ്റർ ഹെഡും കാണിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ സകല ഗോധി മീഡിയകളും നമ്മുടെ നാട്ടിലെ ചാണക ചാനലായിട്ടുള്ള മലം ചാനലും കൂടെ അതെടുത്തിട്ടായിരുന്നു ഇന്നലത്തെ ഡിബേറ്റ്, പ്രൈം ടൈം ഡിബേറ്റിൽ ഇതായിരുന്നു അവരുടെ മെയിൻ അജണ്ട. അത് കംപ്ലീറ്റ്ലി തൂറിപ്പോയിട്ടുണ്ട് ഇന്ന് രാവിലെ കഴിഞ്ഞപ്പോഴേക്കും. ഇന്നൊരു സത്യാവസ്ഥ പുറത്ത് വന്നപ്പോൾ പിന്നെ മിണ്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഈ പാറ്റ്നയിൽ, ബീഹാറിലെ പാറ്റ്നയിൽ അവിടെ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഈ തൊഴിൽ കിട്ടാൻ വേണ്ടി മത്സര പരീക്ഷ എഴുതാൻ പോകുന്ന പിള്ളേർക്ക് കറക്റ്റ് സമയത്ത് ട്രെയിൻ വരാഞ്ഞിട്ട് അവർ ട്രെയിനിന് കല്ലെറിയുന്ന രംഗമുണ്ട്. അതെടുത്തിട്ടിട്ട് CJPക്കാർ ഇതാ പൊതുമുതൽ നശിപ്പിക്കാമെന്നും പറഞ്ഞിട്ടാണ് ഇട്ട്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്പോസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അത് എന്താണ് സംഭവം, അത് CJP ആയിട്ട് യാതൊരു ബന്ധവും അതിനില്ല എന്നുള്ളത് എക്സ്പോസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ഔറംഗസീബിൻ്റെ പേരിലും മറ്റേതിൻ്റെ പേരിലും അക്ബറിൻ്റെ പേരിലും മുസ്ലിമിൻ്റെ പേരിലും ജിഹാദിൻ്റെ പേരിലും ഇങ്ങനത്തെ കുറേ ആൾക്കാരുടെ പേരിലുള്ള പ്രൊപ്പഗണ്ട സൈഡിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ കേരളത്തിൽ അത് ഷെയർ ചെയ്തിട്ട് കാണിക്കുന്ന ഒരു സോക്കോൾഡ് ഇൻഫ്ലുവൻസറാണ് ഇപ്പം നമ്മൾ തുറന്ന് കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ പറയും ഏത് രീതിയിലാണ് ഈ ചാണകങ്ങൾ, അതായത് ബോധവും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത പട്ടിണി തീട്ടങ്ങൾ ഏത് രീതിയിലാണ് നമ്മുടെ രാജ്യത്തെ ആൾക്കാരെ അല്ലെങ്കിൽ സാധാരണ യുവജനങ്ങളെ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് ചെയ്ത ആൾക്കാരെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള ചിന്തിച്ചിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും നോക്കുക, അറിയുക, മനസ്സിലാക്കുക. അതാ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇനി ഇങ്ങനത്തെ പല ഐറ്റങ്ങളും വരുന്നുണ്ട്. നമുക്ക് അടുത്തടുത്ത ഓരോ വീഡിയോയിൽ ഇവരെ ഓരോ ഇവന്മാർ പൊളിച്ചടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇവന്മാരെ പൊളിച്ചടക്കുന്ന രീതിയിലുള്ള ഓരോ സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.